Okay, so good morning. Here, നമുക്ക് നെക്സ്റ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് മെമ്മറി അലോക്കേഷൻ ഫോർ ഫിക്സഡ് പാർട്ടീഷൻ ആണ്. ഓക്കെ, സോ ദർ ആർ ത്രീ മെത്തേഡ്സ്: ഫസ്റ്റ് ഫിറ്റ്, വേസ്റ്റ് ഫിറ്റ് ആൻഡ് ബെസ്റ്റ് ഫിറ്റ്. ത്രീ സ്ട്രാറ്റജീസ് ആണ്. നമുക്കൊരു ഫിക്സഡ് സൈസ്ഡ് പാർട്ടീഷൻ ഉണ്ട്, അതിലോട്ട് പ്രോസസ്സിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് സ്ട്രാറ്റജീസ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഫിറ്റ് ആണെങ്കിൽ ഫസ്റ്റ് കാണുന്ന ഹോള് ഇനഫ് ആണെങ്കിൽ, ഓക്കെ, ബിഗ് ഇനഫ് ആണെങ്കിൽ അവിടെ തന്നെ കൊടുക്കും. വേസ്റ്റ് ഫിറ്റ് ആണെങ്കിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഹോളിലോട്ടാണ് സെറ്റ് ചെയ്യാം. ബെസ്റ്റ് ഫിറ്റ് ആണെങ്കിൽ എന്താണ്, നമുക്ക് ഒരു 400 kg വന്നിട്ടുണ്ടെങ്കിൽ അതിന് നിയർ ബൈ വാല്യൂ ആയിട്ട് ഒരു 450 വാല്യൂ ഒക്കെ ആണെങ്കിൽ അതിലോട്ട് കൊടുക്കും. സോ ഫിക്സഡ് പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് മെമ്മറിയെ ഫിക്സഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, ഫിക്സഡ് സൈസ് ആക്കി ഡിവൈഡ് ചെയ്യും. ഓക്കെ, വൺ ബ്ലോക്ക്, അത് ബ്ലോക്സ് ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. വൺ ബ്ലോക്ക് വിൽ ബി ഓഫ് 400, അനദർ ബ്ലോക്ക് വിൽ ബി ഓഫ് 500. അങ്ങനെ ഒരു ബ്ലോക്കിന് ഒരു സൈസ്, അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ പ്രോഗ്രാം നോക്കുകയാണെങ്കിൽ വി ഹാവ് ടു സ്ട്രക്ചേഴ്സ്. പ്രോസസ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ട്, അതിൽ PS പ്രോസസ്സിൻ്റെ സൈസ് സേവ് ചെയ്യാനും ഫ്ലാഗ് എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്. ഇനി ഈ ഒരു പ്രോസസ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിൻ്റെ സ്ട്രക്ചർ വേരിയബിൾ ആണ് P എന്ന് പറഞ്ഞിട്ട്. P(50) മീൻസ് യു ക്യാൻ അക്കോമഡേറ്റ് 50 പ്രോസസ് ടു ദ മാക്സിമം. അതുപോലെ സൈസ് എന്ന് പറയുന്നത് നമുക്ക് ബ്ലോക്കിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സൈസും അലോക്കും S(5) എന്ന് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം. വേരിയബിൾ എറേ ആണ്. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ നമുക്ക് കുറച്ച് വേരിയബിൾസ് ഉണ്ട്. സോ ഫസ്റ്റ് നമുക്ക് എന്ത് വേണം, എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് എൻ്റർ ചെയ്യണം. നമ്പർ ഓഫ് ബ്ലോക്സ് എത്രയാണ്, അതാണ് N. ഇനി എൻ്റർ ദ സൈസ് ഓഫ് ഈച്ച് ബ്ലോക്ക്. ഓരോ ബ്ലോക്കിൻ്റെ സൈസ് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർ ലൂപ്പ് വേണം. ഓക്കെ, അത് എവിടെയാണ് സേവ് ചെയ്യേണ്ടത്, S(5).size. എസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, സൈസ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ട്, അതിൻ്റെ വേരിയബിൾ ആണ് S(5) എന്ന് പറയുമ്പോൾ അതൊരു എറയാണ് അല്ലേ. 5 പ്രോസസ്സ് ഉണ്ടെങ്കിൽ, 5 ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഓരോ ബ്ലോക്കിൻ്റെയും എന്ത് ചെയ്യും, സൈസ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ വേരിയബിളിലോട്ട് മെമ്പറിലോട്ട്. അപ്പോൾ S(0)size ഉണ്ടാവും, അതായത് എന്താണ്, ബ്ലോക്ക് 0ൻ്റെ സൈസ്. S(1)size എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് 1ൻ്റെ സൈസ്. S(2)size എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് 3ൻ്റെ സൈസ്. അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ എൻ്റെ നമ്പർ ഓഫ് പ്രോസസ്സ് എന്ന് പറയുന്നതാണ് NPയിൽ വരുന്നത്. ഓക്കെ, NP. ദെൻ എൻ്റെ സൈസ് ഓഫ് ദ പ്രോസസ്. ഓക്കെ, പ്രോസസ്സിൻ്റെ സൈസ് എൻ്റർ ചെയ്യണം. പ്രോസസ്സിൻ്റെ സൈസ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ i = 0, i less than NP, നമുക്ക് പ്രോസസ്സിൻ്റെ കേസിൽ നമുക്ക് P(5).ps ആണ്. അതായത് P എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചറിൻ്റെ എറേ വേരിയബിൾ ഉണ്ട്. P(0)ps എന്ന് പറഞ്ഞാൽ പ്രോസസ്സിൻ്റെ സൈസാണ് PS. P(0) എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രോസസ്സിൻ്റെ സൈസ്, P(1) സെക്കൻഡ്, P(2) തേർഡ്. അങ്ങനെ പ്രോസസ്സിൻ്റെ സൈസ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത് നോക്കാം. സോ അലോക്കേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഫിറ്റ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ ചെക്ക് ചെയ്യേണ്ടത് എന്തൊക്കെ കണ്ടീഷനാണ് നോക്കാം. സോ ഫോർ i = 0, i less than number of process. NP എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോസസ്. ഇപ്പോൾ j = 0, j less than നമ്പർ ഓഫ് ബ്ലോക്സ്, അതാണ് N. ഇവിടെ നമ്പർ ഓഫ് പ്രോസസ്സും ഇവിടെ N ആണ്. സോ ഈ രണ്ട് ഫോർ ലൂപ്പ് വെച്ചിട്ടാണ് നമ്മൾ ട്രാക്ക് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് പ്രോസസ്സിൻ്റെ ഫ്ലാഗ്. അതായത് ഇപ്പോൾ ഒരു പ്രോസസ്സിനെ ഒരു പെർട്ടിക്കുലർ ബ്ലോക്ക് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഫ്ലാഗ് വാല്യൂ ഉണ്ടാവും. ഓക്കെ, otherwise flag value will be 0. So if P(5).flag not equal to 1 ആണെങ്കിൽ, 1 അല്ലെങ്കിൽ, ഓക്കെ, P(5) അത് പ്രോസസ്സിൻ്റെ ഏത് പ്രോസസ്സാണ്. ഇപ്പോൾ I എന്ന് പറഞ്ഞാൽ നമുക്ക് I0 ആണെങ്കിൽ പ്രോസസ് 0ൻ്റെ ഫ്ലാഗ് വാല്യൂ നോക്കി അത് നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവരുടെ സൈസ് കമ്പയർ ചെയ്യണം അല്ലേ. ആ ഒരു പ്രോസസ്സിൻ്റെ സൈസും എന്തും കമ്പയർ ചെയ്യണം, ബ്ലോക്കിൻ്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്യണം. S(j) എന്ന് പറഞ്ഞാൽ S സ്റ്റാൻഡ്സ് ഫോർ എപ്പോഴും ബ്ലോക്ക് ആണ്, P സ്റ്റാൻഡ്സ് ഫോർ പ്രോസസ് ആണ്. സോ പ്രോസസ്സിൻ്റെ സൈസ് എന്ത് ചെയ്യുക, നമ്മുടെ എല്ലാ ബ്ലോക്കിൻ്റെ സൈസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ കമ്പയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അലോട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അലോട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു കണ്ടീഷനും കൂടി നോക്കണം. ഓൾറെഡി ആ ബ്ലോക്ക് ഓൾറെഡി അലോക്കേറ്റഡ് ആണോ നോക്കണം. ഓക്കെ, ഓൾറെഡി അലോക്കേറ്റഡ് ആണോ നോക്കണം. ഇഫ് നോട്ട് S(j)alloc. ഓക്കെ, അതായത് അലോക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ഓക്കെ, നോട്ട് S(j) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോക്ക് എന്ന് പറഞ്ഞ വേരിയബിൾ സ്ട്രക്ചറിലുണ്ട്, ബ്ലോക്കിൻ്റെ സ്ട്രക്ചറിൽ. സോ അത് അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ 1 ആയി പോകും. കണ്ടോ, ഇവിടെ 2 1 ആക്കി സെറ്റ് ചെയ്താണ്ടോ. അലോക്കേറ്റ് ചെയ്യുവാണെങ്കിൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും. സോ നോട്ട് അലോക്കേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോസസ്സിൻ്റെ ആ ഒരു P(5) എന്ന് പറഞ്ഞ പ്രോസസ്സിൻ്റെ ഫ്ലാഗും 1 ആക്കി വെക്കാം. S(j) ആ ഒരു പെർട്ടിക്കുലർ ബ്ലോക്കിൻ്റെ അലോക്കേഷൻ എന്ന് പറഞ്ഞൊരു ഫ്ലാഗും 1 ആക്കി വെക്കാം. ഇത് 2 ഫ്ലാഗ് സെറ്റ് ചെയ്യണം, കാരണം പിന്നെ അവിടെ നമ്മൾ നോക്കാൻ പാടില്ല. ഒരു പ്രാവശ്യം ആ ബ്ലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു ബ്ലോക്കിന് അലോട്ട് ചെയ്യാൻ പാടില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു പ്രോസസ്സിന് കൺസിഡർ ചെയ്തു, ആ ഒരു പ്രോസസ്സിൻ്റെ ഫ്ലാഗ് ചെക്ക് ചെയ്തു. ഓക്കെ, ദ ഫ്ലാഗ് ഓൾറെഡി 0 ആയിരിക്കും. 0 ആണെങ്കിൽ ദറ്റ് മീൻസ് ഇറ്റ് ഇസ് നോട്ട് യെറ്റ് അലോക്കേറ്റഡ്. സോ അവരുടെ സൈസ് കമ്പയർ ചെയ്യും. P(5)ps ലെസ് ദാൻ ഓർ ഈക്വൽ ടു S(j)size ആണെന്ന് നോക്കും. ആണെങ്കിൽ S(j)alloc
ആ ഒരു ബ്ലോക്കിൻ്റെ അലോക്ക് എന്ന് പറഞ്ഞ ഫ്ലാഗ് 1 ആണോ നോക്കി. 1 ആണെങ്കിൽ ഇറ്റ് ഇസ് ഓൾറെഡി അലോക്കേറ്റഡ്, 0 ആണെങ്കിൽ നോട്ട് യെറ്റ് അലോക്കേറ്റഡ്. സോ ഇവിടെ നോട്ട് ഓഫ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നോട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ അവർ അലോക്കേറ്റ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യുക, പെർട്ടിക്കുലർ പ്രോസസ്സിൻ്റെ ഫ്ലാഗ് 1 ആക്കി വെക്കുക, അതുപോലെ ബ്ലോക്കിൻ്റെ അലോക്ക് എന്ന് പറഞ്ഞ് 1 ആക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പ്രിന്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, എല്ലാ ഡീറ്റെയിൽസും പ്രിന്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഇനി ഫോർ ഐ ഈക്വൽ 0 ഐ ലെസ് ദാൻ എൻ പി ഐ പ്ലസ് പ്ലസ് നമ്പർ ഓഫ് പ്രോസസ് എത്രയാണ് 5 ആണെങ്കിൽ ഐ ഈക്വൽ 0 ഐ ലെസ് ദാൻ 5 നമ്മൾ എന്ത് നോക്കും, എല്ലാ പ്രോസസ്സിൻ്റെയും ഫ്ലാഗ് നോട്ട് ഈക്വൽ ടു 1 ആണോ നോക്കും. നോട്ട് ഈക്വൽ ടു 1 അതായത് എല്ലാ പ്രോസസ്സും അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മെമ്മറിയിലോട്ട് അലോട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഫ്ലാഗ് വാല്യൂ എന്തായാലും 1 ആയിരിക്കും. കാരണം ഈ ഒരു പ്രോസസ്സ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, 1 ആക്കുന്നുണ്ട്. ഇനി ആരെങ്കിലും 0 ആണെങ്കിൽ, ഫ്ലാഗ് വാല്യൂ 0 ആണെങ്കിൽ, ഏതെങ്കിലും പ്രോസസ്സിൻ്റെ ഫ്ലാഗ് വാല്യൂ 0 ആണെങ്കിൽ ദാറ്റ് പ്രോസസ് ഷുഡ് വെയിറ്റ്. കാരണം അവർക്ക് മെമ്മറി ഇപ്പോൾ ഇല്ല, സോ ദാറ്റ് പ്രോസസ് ഷുഡ് വെയിറ്റ് എന്ന് പറഞ്ഞ മെസ്സേജ് കൊടുക്കണം. അത് ഫ്ലാഗ് വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പറയുക. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലാഗ് അവിടെ അലോക്കേഷൻ നടന്നാൽ അവിടെ പ്രോസസ്സിൻ്റെ ഫ്ലാഗും 1 ആക്കുക, അതുപോലെ ബ്ലോക്കിൻ്റെ ഫ്ലാഗും എന്ത് ചെയ്യുക 1 ആക്കുക. കാരണം പിന്നെ ആ ബ്ലോക്കിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അറ്റ് എ ടൈം ഒരു പ്രോസസ്സിന് മാത്രമേ ഒരു പാർട്ടീഷനിലോട്ട് കൊടുക്കാൻ പാടുള്ളൂ. സോ നമ്മൾ ലാസ്റ്റ് കേസിൽ ഒരു ഫോർ ലൂപ്പിൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യുന്നു, ഇഫ് പി ഓഫ് ഐ ഡോട്ട് ഫ്ലാഗ്, ഓരോ പ്രോസസ്സിൻ്റെയും ഫ്ലാഗ് വാല്യൂ നോട്ട് ഈക്വൽ ടു 1 ആണോ നോക്കി. നോട്ട് ഈക്വൽ ടു 1 മീൻസ് 0 ആണോ നമ്മൾ ചെക്ക് ചെയ്തു. ഫ്ലാഗിൻ്റെ വാല്യൂ ഐദർ 0 അല്ലെങ്കിൽ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനീഷ്യലി 0 ആയിരിക്കും, ഇവിടെ എത്തുമ്പോൾ 1 ആയിട്ടുണ്ടാവും. ഇനി ഏതെങ്കിലും പ്രോസസ്സിൻ്റെ 1 അല്ല എന്നാണെങ്കിൽ, ഇഫ് ഇറ്റ് ഇസ് 0 ദാറ്റ് പ്രോസസ് ഷുഡ് വെയിറ്റ്. സോ ദാറ്റ് ഇസ് ദ കേസ് ഓഫ് ഫസ്റ്റ് ഫിറ്റ്. സോ ഈ ഒരു 2 ഫോർ ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു പ്രോസസ്സിൻ്റെ എന്ത് ചെയ്യും, നമ്മളെല്ലാം ട്രാക്ക് ചെയ്യും. ഫോർ ഐ ഈക്വൽ ടു 0 ഐ ലെസ് ദാൻ 5 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ജെ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് 4 ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഓരോ ബ്ലോക്കിൽ നമ്മൾ ചെക്ക് ചെയ്യും അത് ഈ ഒരു പ്രോസസ്സിന് ഏത് ബ്ലോക്കിലേക്കാണ് പറ്റുക എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, സോ ഇവിടെ നോക്കുക, വേണ്ടത് നമ്പർ ഓഫ് ബ്ലോക്സ് 3 ആണ് ഔട്ട്പുട്ട്. അപ്പോൾ സൈസ് ഓഫ് ബ്ലോക്ക് 0 200 കൊടുത്തു, 100 150 കൊടുത്തു, പ്രോസസ്സും 3 ആണ്, സൈസ് എൻ്റർ ചെയ്യുമ്പോൾ 200 170 98. ഫസ്റ്റ് ഫിറ്റിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് 200 എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ട്, അതിൽ 200 എന്ന് പറഞ്ഞ സൈസ് തന്നെ കൊടുക്കാം. ദെൻ 170 എന്ന് പറഞ്ഞ പ്രോസസ്സാണ്, അതിന് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം 170ക്ക് അടുത്തായിട്ട് വരുന്നത് 200, അത് ഓൾറെഡി കൊടുത്തു പോയി. ഓക്കെ, ദെൻ വരുന്നത് 98 എന്ന് പറഞ്ഞ പ്രോസസ്സ്. 98 എന്ന് പറഞ്ഞ പ്രോസസ്സ് 100ക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം 200 നോക്കും, 200 ഓൾറെഡി അലോക്കേറ്റഡ് ആണ്, സോ 100. അപ്പോൾ 98 എന്ന് പറഞ്ഞ പ്രോസസ്സ് 100 എന്ന് പറഞ്ഞ ബ്ലോക്കിലോട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ 170 എന്ന് പറഞ്ഞ സൈസുള്ള പ്രോസസ്സിന് എന്തില്ല, മെമ്മറിയിൽ, ആൻഡ് ഇറ്റ് ഷുഡ് വെയിറ്റ്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഇസ് ദ കേസ് ഓഫ് ഫസ്റ്റ് ഫിറ്റ് അൽഗോരിതം. ഓക്കെ, സോ ഇവർ സ്കാൻ ചെയ്തിട്ട് എന്താണ് ഫസ്റ്റ് കാണുന്ന മെമ്മറി ലൊക്കേഷൻ ഓക്കെ ആണെങ്കിൽ, ഇഫ് ദാറ്റ് ഇസ് ഇനഫ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ പ്രോസസ്, ഇറ്റ് വിൽ ബി ഓക്കെ. ഓക്കെ, അതാണ് ഫസ്റ്റ് ഫിറ്റ്. നെക്സ്റ്റ് വരുന്നതാണ് ബെസ്റ്റ് ഫിറ്റ്. ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത് സ്മോൾ ഇനഫ്. ഓക്കെ, ആ ഹോൾഡ് പറഞ്ഞാൽ വേക്കൻറ്റ് സ്പേസ് ഓർ ദറ്റ് മെമ്മറി പാർട്ടീഷൻ, ഇഫ് ഇറ്റ് ഇസ് സ്മോൾ ഇനഫ്, ഓക്കെ, ദെൻ ദാറ്റ് വിൽ ബി അലോക്കേറ്റഡ്. അത് ബെസ്റ്റ് ആയിട്ടുള്ള ഹോൾഡ് ഓർ വേക്കൻറ്റ് സ്പേസ് ഏതാണോ ദാറ്റ് പാർട്ടീഷൻ വിൽ ബി അലോക്കേറ്റഡ്. So here the max variable and its value is 20. Then we have block size, then we have file size, then NB number of blocks, number of file എത്രയാണ്, number of file or number of process എത്രയാണ്, പിന്നെ ഒരു temp variable ഉണ്ട്, low എന്ന് പറയുന്നത് ഒരു വാല്യൂ, ഒരു 10,000 എന്ന് പറഞ്ഞൊരു വലിയ വാല്യൂ സെറ്റ് ചെയ്ത് കൊടുത്തു. ദെൻ ഫ്ലാഗ്, എപ്പോഴും ഫ്ലാഗ് ഉണ്ടായിരിക്കണം, ബ്ലോക്കിന് ഒരു ഫ്ലാഗ് ഉണ്ടായിരിക്കണം, അതുപോലെ ഫയലിൻ്റെ ഫ്ലാഗും ഉണ്ടായിരിക്കണം. ഓക്കെ, സോ എൻ്റെ നമ്പർ ഓഫ് ബ്ലോക്സ് NB, എൻ്റെ സൈസ്, ഓരോ ബ്ലോക്കിനും സൈസ് എൻ്റർ ചെയ്യണം. ബി സൈസ് ആണ്, ബി സൈസ് ഓഫ് 5 കൊടുത്താൽ മതി. ദെൻ എൻ്റെ നമ്പർ ഓഫ് ഫയൽസ്, എത്ര ഫയൽസ് ആണ്, എത്ര പ്രോസസ് ആണുള്ളത്, ഓക്കെ, അത് കൊടുത്തു. ദെൻ സൈസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഫയൽ ഓർ പ്രോസസ്, അത് F സൈസിലാണ്. അപ്പോൾ ബ്ലോക്കിൻ്റെ സൈസ് B സൈസിലും ഫയലിൻ്റെ സൈസ് F സൈസിലാണ് വരുന്നത്. സോ ഫോർ ഐ ഈക്വൽ ടു 1 ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ഓഫ് ഫയൽ, എപ്പോഴും അങ്ങനെയാണ്. ഫോർ ലൂപ്പിൽ ഫസ്റ്റ് ഫോർ ലൂപ്പ് എപ്പോഴും പ്രോസസ്സിനും സെക്കൻഡ് ബ്ലോക്കിനും ആയിരിക്കണം. സെയിം ടെക്നിക്ക് തന്നെയാണ്, ഓൾമോസ്റ്റ് സെയിം ടെക്നിക്കാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. എന്താണ്, ബെസ്റ്റ് ആയിട്ടുള്ള ഹോൾ സെലക്ട് ചെയ്യണം. സോ അവിടെ ഒരു ടെമ്പററി വേരിയബിൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇഫ് ബി ഫ്ലാഗ് ആണ് ബ്ലോക്കിൻ്റെ ഫ്ലാഗ് നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ, അതായത് ബ്ലോക്കിൻ്റെ ഫ്ലാഗ് 0 ആണെങ്കിൽ, ദാറ്റ് മീൻസ് ദാറ്റ് പെർട്ടിക്കുലർ ബ്ലോക്ക് ഇസ് നോട്ട് അലോക്കേറ്റഡ്. ഓക്കെ, സോ ഇഫ് ദാറ്റ് പെർട്ടിക്കുലർ flag value of a block is 0, then we have to find
ദ വാല്യൂ ഓഫ് ടെമ്പ്. ടെമ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം ബ്ലോക്കിൻ്റെ സൈസ് 500 ആണ്, എൻ്റെ പ്രോസസ്സിൻ്റെ സൈസ് 200 ആണ്. സോ നമുക്ക് അവിടെ വരുന്ന ആ ഒരു വാരിയേഷൻ, ആ ഒരു പ്രോസസ്സും എല്ലാ പാർട്ടീഷനും തമ്മിലുള്ള ആ ഒരു സൈസ് ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ എൻ്റെ കയ്യിൽ 400 എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ട്, 3 ബ്ലോക്ക് ഉണ്ട്, 600, 800, 200. ഓക്കെ, അപ്പോൾ 600 ആകുമ്പോൾ ഈ 400 എന്ന് പറഞ്ഞ പ്രോസസ്സിന് നമുക്ക് നോർമലി കൊടുക്കാൻ പറ്റും 600ഉം 800ഉം 450 ഉണ്ടെങ്കിൽ 450 എന്ന് പറഞ്ഞ ബ്ലോക്കിലേക്കായിരിക്കണം കൊടുക്കേണ്ടത്. അതിൽ ഏറ്റവും നിയർ ടു ദാറ്റ് വാല്യൂ. ഇപ്പോൾ 400 എന്ന് പറഞ്ഞ പ്രോസസ്സിന് 3 ബ്ലോക്ക് ഉണ്ട് അവൈലബിൾ ആയിട്ട്, 600, 800, 450. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ദാറ്റ് യു ഹാവ് ടു അക്കോമഡേറ്റ് ദാറ്റ് 400 പ്രോസസ് ഇൻറ്റു 450. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ആ സൈസ് ഡിഫറൻസ് അപ്പോൾ എത്രയാണ് മിനിമം വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ 600 മൈനസ് 400 ചെയ്യും, നെക്സ്റ്റിൽ 800 മൈനസ് 400, അടുത്തതിൽ 450 മൈനസ് 400. അപ്പോൾ അവിടെ വരുന്ന ഡിഫറൻസ് എന്താ, 50 ഡിഫറൻസേ ഉള്ളൂ, 50 സ്പേസ് മാത്രമേ ബാക്കിയുള്ളൂ, അതർ ഓൾ സ്പേസ് ആർ യൂട്ടിലൈസ്ഡ്. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടെമ്പിലേക്ക് കൊടുക്കും, ബി സൈസ് ഓഫ് ജെ മൈനസ് എക്സ് സൈസ് ഓഫ് ഐ. ബഫറിൻ്റെ സൈസ് ജെ എന്ന് പറഞ്ഞതിലാണ് വരിക, ഫയലിൻ്റെ കേസിലെ പ്രോസസ്സിൻ്റെ കേസിൽ ഐ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യാം, ബ്ലോക്ക് സൈസ് മൈനസ് ഫയൽ സൈസ് ചെയ്യുക. അപ്പോൾ ആ ഒരു വാല്യൂ കിട്ടുമല്ലോ. ഇഫ് ദാറ്റ് വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ത് ചെക്ക് ചെയ്യും, നമ്മൾ ലോ നമ്മൾ 10,000 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇഫ് ലോ ഗ്രേറ്റർ ദാൻ ടെമ്പ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ലോ ഈക്വൽ ടു ടെമ്പ് ആക്കുക. അത് ഇപ്പോൾ ഉള്ള നിങ്ങൾ ഫസ്റ്റ് ഇപ്പോൾ ചെയ്യുമ്പോൾ 400 എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ട്, ഫസ്റ്റ് ബ്ലോക്ക് 600 ആണ്. ഓക്കെ, ഇപ്പോൾ 600 മൈനസ് 400 ചെയ്യുമ്പോൾ വരുന്നത് ഡിഫറൻസ് എത്രയാണ്, 200. ആ 200 ആയിരിക്കും ടെമ്പിൽ ഉണ്ടാവുക, അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുപോലെ 10,000 ആണ് ലോ 10,000 എന്തായാലും ഗ്രേറ്റർ ദാൻ 200 ആണ്. അപ്പോൾ എന്താക്കി വെക്കും, ലോ എന്താക്കി വെക്കും, 200 ആക്കി വെക്കും. ഇനി ആ 200 അടുത്ത കമ്പയർ ചെയ്യുക, ലോ മാറി 200 ആയി. അപ്പോൾ ഇനി അടുത്ത എന്ത് ചെയ്യും, അടുത്ത നമുക്കറിയാം ബ്ലോക്ക് 800ൻ്റെ ബ്ലോക്ക് ആണെങ്കിൽ 800 മൈനസ് പ്രോസസ്സിൻ്റെ സൈസ് 400 ആണെങ്കിൽ അതാണ് ചെക്ക് ചെയ്യുക, ടെമ്പ് 400 ആയി മാറും അല്ലേ, 800 മൈനസ് 400. സോ ഈ ലോ എന്ന് പറഞ്ഞിരുന്നു 200ഉം ഇപ്പം പുതിയതായിട്ട് വന്ന ടെമ്പ് 400 ആണെങ്കിൽ അവർ തമ്മിൽ കമ്പയർ ചെയ്യും. അങ്ങനെ മിനിമം ഏതാണോ അത് സെറ്റ് ചെയ്യും ലോ ആക്കിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താ, ലോ ഗ്രേറ്റർ ദാൻ ടെമ്പ് ആണെങ്കിൽ ഫയലിൻ്റെ ഫ്ലാഗ് എന്താക്കി സെറ്റ് ചെയ്യുക, ആ ബ്ലോക്ക് നമ്പർ ആക്കി സെറ്റ് ചെയ്യുക. ഓക്കെ, ഫയലിൻ്റെ ഫ്ലാഗ് വാല്യൂ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഫയൽ ഓർ പ്രോസസ് ഇസ് സെറ്റ് ടു ജെ എന്ന് പറഞ്ഞ ബ്ലോക്ക് നമ്പർ, ആ ഒരു ബ്ലോക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുക, ലോ ഈക്വൽ ടു ടെമ്പ് ആക്കുക. ഓക്കെ, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അറ്റ് ലാസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ ബ്ലോക്കിൻ്റെ ഫ്ലാഗ് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ബ്ലോക്കിനെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അസൈൻ ചെയ്യുകയാണെങ്കിൽ ആ ബ്ലോക്ക് നമ്പറാണ് ഫ്ലാഗിലോട്ട് വരിക. അതുപോലെ ബ്ലോക്കിൻ്റെ ഫ്ലാഗ് എന്താക്കി സെറ്റ് ചെയ്യണം, 1 ആക്കി സെറ്റ് ചെയ്യണം. ബി ഫ്ലാഗ് ഓഫ് ജെ, ഏത് ബ്ലോക്ക് ആണോ നിങ്ങളിപ്പം അലോട്ട് ചെയ്ത് കൊടുക്കുന്നത് അവരുടെ ഫ്ലാഗും എന്താക്കി സെറ്റ് ചെയ്യുക, ബ്ലോക്ക് ഫ്ലാഗ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ബ്ലോക്ക് ഷുഡ് ബി സെറ്റ് ടു 1. ഓക്കെ, എന്നിട്ട് ലോ പിന്നെ എന്ത് ചെയ്യുക, 10,000 ആക്കുക. ഓക്കെ, ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ കറങ്ങും. ഒരു പ്രോസസ്സ് എടുക്കുക, ഒരു പ്രോസസ്സും ബാക്കി എല്ലാ ഹോളും തമ്മിൽ അല്ലെങ്കിൽ എല്ലാ മെമ്മറി പാർട്ടീഷൻ തമ്മിൽ കമ്പയർ ചെയ്യും. ഓക്കെ, അവിടെ വരുന്ന ഡിഫറൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടെമ്പ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അതുപോലെ ലോ അപ്ഡേറ്റ് ചെയ്യും. ഏറ്റവും മിനിമം വരുന്ന വാല്യൂ ആയിരിക്കും ഫൈനൽ അലോക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഓരോ പ്രോസസ്സും ചെയ്യും. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇത്രയും സ്റ്റെപ്സ് അതിൽ വരും. ഓക്കെ, ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞാൽ ആ ഒരു ബ്ലോക്കും 1 ആക്കി വെക്കുക, അതുപോലെ ലോ വാല്യൂ പിന്നെയും 10,000 ആക്കിയിട്ട് ഇത് റിപ്പീറ്റ് ചെയ്യണം സെക്കൻഡ് പ്രോസസ്സ്. അപ്പോൾ 4 പ്രോസസ്സ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്പാണ് I equal to 1, I less than number of files. അപ്പോൾ ഫസ്റ്റ് ഫയൽ എടുക്കുമ്പോൾ അതിൽ എത്ര 5 ബ്ലോക്ക് ഉണ്ടെങ്കിൽ 5 ബ്ലോക്കിലും ഈ കമ്പാരിസൺ വരും. ആ ഒരു ഫയലിൻ്റെ സൈസും ഈ 5 ബ്ലോക്ക് സൈസുമായിട്ട് കമ്പയർ ചെയ്യും. ഓക്കെ, അതാണ് ടെമ്പ് ഈക്വൽ ടു ഓരോ പ്രാവശ്യം ചെയ്യുന്നത്. അതിൽ മിനിമം വാല്യൂ ആണ് സെറ്റ് ചെയ്യുക. ഇനി ആ ഒരു പ്രോസസ്സ് അലോട്ട് ചെയ്ത് കൊടുത്താൽ അലോക്കേഷൻ കഴിഞ്ഞു. ഓക്കെ, ഫയലിന് അലോട്ട് ചെയ്ത് കൊടുത്തു, അവരുടെ മെമ്മറി നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഫയലിൻ്റെ ഫ്ലാഗും 1 ആക്കി വെക്കുക. ഓക്കെ, ഫയലിൻ്റെ ഫ്ലാഗ് ആ ഒരു ബ്ലോക്ക് നമ്പർ ആക്കി വെക്കുക, അതുപോലെ ബ്ലോക്കിൻ്റെ ഫ്ലാഗ് 1 ആക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് രണ്ടാമത്തെ പ്രോസസ്സും ഇതുപോലെ ബാക്കിയുള്ള ബ്ലോക്ക് നമ്മൾ കമ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അലോട്ട് ചെയ്ത ബ്ലോക്ക് കമ്പയർ ചെയ്യില്ല, അല്ലാത്തത്. സോ അപ്പോൾ ലോൻ്റെ വാല്യൂ പിന്നെയും 10,000 ആക്കി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അത് ചെയ്തതിന് then you can display the details.
അലോക്കേഷൻ ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത്രയാണ് ബെസ്റ്റ് ഫിറ്റ്. അപ്പോൾ ആ ഫുൾ സ്കാനിങ് വരണം. ഒരു പ്രോസസ്സും എത്ര മെമ്മറി പാർട്ടീഷൻ ഉണ്ടോ അതെല്ലാം കൂടെ എന്ത് ചെയ്യണം, 1 by 1 ആയിട്ട് ഇങ്ങനെ മാച്ച് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഒരു പ്രോസസ്സ് എടുക്കുക, ഒരു ബ്ലോക്ക് എടുക്കുക, ദെൻ ഫസ്റ്റ് പ്രോസസ്സും സെക്കൻഡ് ബ്ലോക്കും. അപ്പോൾ അവിടെ വരുന്ന ബഫർ സൈസ്, ബ്ലോക്ക് സൈസ് മൈനസ് ഫയൽ സൈസ് ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പ് വാല്യൂ കിട്ടും. ആ ടെമ്പും ലോവും തമ്മിൽ കമ്പയർ ചെയ്യുക. ടെമ്പ് ആണ് ചെറുതെങ്കിൽ അത് ലോ ആക്കി സെറ്റ് ചെയ്യുക. ഇനി അടുത്ത ബ്ലോക്കുമായിട്ട് കമ്പയർ ചെയ്യുക, നെക്സ്റ്റ് ബ്ലോക്കായിട്ട് കമ്പയർ ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ അറ്റ് ലാസ്റ്റ് യു വിൽ ഗെറ്റ് 1 ടെമ്പ് വാല്യൂ, ഒരു ലോ വാല്യൂ കിട്ടും. ആ ലോയിലേക്ക് എന്ത് ചെയ്യുക, അസൈൻ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഫസ്റ്റ് പ്രോസസ്സിന് കംപ്ലീറ്റ് ചെയ്യും. ദെൻ യു ഹാവ് ടു മൂവ് വിത്ത് സെക്കൻഡ് പ്രോസസ്. അപ്പോൾ നമുക്ക് ലോ എന്ത് ചെയ്യേണ്ടി വരും, 10,000 തന്നെ ആക്കി വരും. സോ ഇതാണ് ബ്ലോക്ക് സൈസ്. ഔട്ട്പുട്ട് നോക്കൂ, എൻ്റെ നമ്പർ ഓഫ് ബ്ലോക്സ് 3, സൈസ് ഓഫ് ബ്ലോക്ക് 1 200, ബ്ലോക്ക് 2 700, ബ്ലോക്ക് 3 500. അതുപോലെ ഫയൽസും 3 ആണ്, 300 460 500. അപ്പോൾ ഫയൽ നമ്പർ 1 2 3 നമുക്ക് എത്ര സൈസ്, 300 ഉണ്ട് ഫയല്, 460 500 ആണ്. ബ്ലോക്ക് നമ്പർ ബ്ലോക്ക് 0 1 2 3 എത്ര ബ്ലോക്സ് ആണ് നമുക്കുള്ളത്, 3 ബ്ലോക്സ് ആണത്. ബ്ലോക്ക് 1 2 3. അപ്പോൾ നോക്കൂ, 300 എന്ന് പറഞ്ഞ ഫയൽ വരുമ്പോൾ നമുക്കുള്ള സൈസ് ഇതൊക്കെയാണ്. സൈസ് ഒന്ന് 200 എന്ന് പറഞ്ഞ സൈസ് ഉണ്ട്, അത് പറ്റില്ല എന്തായാലും. 700 എന്ന് പറഞ്ഞ ഇതുണ്ട്, 500 ഉണ്ട്. അപ്പോൾ 300 എന്ന് പറഞ്ഞ ഫയലിൻ്റെ ബെസ്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ്, 500 വരുന്നത്. ഓക്കെ, കാരണം ഫസ്റ്റ് കേസിൽ 200 എന്ന് പറഞ്ഞ ബ്ലോക്ക് ഉണ്ട്, പക്ഷെ അതൊരിക്കലും അത് 300-നേക്കാളും ചെറുതാണ്. അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, ടെമ്പ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സൈസ് 300 ആണ്, ബ്ലോക്കിൻ്റെ സൈസ് 200 ആണ്. സോ 200 മൈനസ് 300 മൈനസ് 100 എന്ന് പറഞ്ഞ വാല്യൂയിലേക്ക് വരും. നെഗറ്റീവ് അല്ലേ, ബ്ലോക്ക് സൈസ് മൈനസ് ഫയൽ സൈസ് അല്ല നമ്മൾ ചെയ്യുന്നത്. ബ്ലോക്ക് സൈസ് 200-ഉം ഫയൽ സൈസ് 300 ആണെങ്കിൽ അത് നെഗറ്റീവ് വാല്യൂ ആണ്. നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ദറ്റ് മീൻസ് ബ്ലോക്ക് ചെറുതാണ്. ഓക്കെ, സോ യു കാണ്ട് അക്കോമഡേറ്റ്. അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല. ഗ്രേറ്റർ ദാൻ്റെ കേസ് നോക്കുക. ഗ്രേറ്റർ ദാൻ കേസ് വരുമ്പോൾ ഇതാ 700 മൈനസ് 300 ചെയ്യുമ്പോൾ 400 ആണ് ഡിഫറൻസ് വരുന്നത് ടെമ്പിൽ. ഓക്കെ, അപ്പോൾ ലോ അതായി മാറും. അടുത്ത കേസ് വരുമ്പം 500 മൈനസ് 300 ആണ്, 200 ആണ് വരിക ടെമ്പിൽ. അപ്പോൾ 200 ഉണ്ട് 400 ഉണ്ട്, ഏറ്റവും ചെറുത് 200 ആണ്, ഇതാണ് ലോ ആയിട്ട് വരിക. സോ ആ ഒരു 500 എന്ന് പറഞ്ഞ ബ്ലോക്കിലേക്കാണ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് 460 എന്തായാലും 200 പറ്റില്ല. 500-ൻ്റെ ഫ്ലാഗ് വാല്യൂ 1 ആക്കി വെച്ചു. ഇനി 700 ബാക്കിയുള്ളൂ, സോ അതങ്ങോട്ട് അലോട്ട് ചെയ്യും. ഇനി 500 എന്ന് പറഞ്ഞ ഫയൽസിന് എവിടെ ഇല്ല, ബ്ലോക്ക് അലോക്കേഷൻ ഇല്ല. ഓക്കെ, സോ അതാണ് ബെസ്റ്റ് ഫിറ്റ്. ഇനി വേഴ്സ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ യു ആർ ഗോയിങ് ടു അക്കോമഡേറ്റ് ഇൻ ദ ലാർജസ്റ്റ് ഹോൾ ദാറ്റ് ഇസ് ബിഗ് ഇനഫ്. ഓക്കെ, നിങ്ങൾക്ക് ടോട്ടലായിട്ട് സെർച്ച് ചെയ്യുമ്പോൾ ഒരു പ്രോസസ്സ് വന്നു, ഫസ്റ്റ് കാണുന്ന ഹോള് ഓക്കെ നോക്കി, അങ്ങനെ സെക്കൻഡ് ഹോൾ നോക്കി, അത് ഏറ്റവും വലിയ പാർട്ടീഷൻ ഏതാണോ ആ പാർട്ടീഷനാണ് പ്രോസസ് 1-ന് അലോട്ട് ചെയ്യുക. ദെൻ ഇറ്റ് വിൽ ചെക്ക് ദ നെക്സ്റ്റ് ഹയസ്റ്റ് പാർട്ടീഷൻ ഫോർ പ്രോസസ് 2, ദെൻ നെക്സ്റ്റ് ഹയസ്റ്റ് ഫോർ പ്രോസസ് 3. ഓക്കെ, അങ്ങനെ ഏറ്റവും വലിയ പാർട്ടീഷൻ ഏതാണോ അതാണ് അലോട്ട് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഇസ് ദ വേഴ്സ്റ്റ് ഫിറ്റ് സ്ട്രാറ്റജി. പുവർ പെർഫോമൻസ് ആണ് വേഴ്സ്റ്റ് ഫിറ്റിൽ. സോ STDIO കോണയോ ഹാഷ് ഡിഫൈൻ മാക്സ് 25 ആണ്. നമുക്ക് ഫ്രാഗ്മെൻറ്റ് വാല്യൂ ഉണ്ട്, ഫ്രാഗ്മെൻറ്റ് വാല്യൂ, ബ്ലോക്കിൻ്റെ വാല്യൂ, ഫയൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ കുറേ വേരിയബിൾസ് ഉണ്ട്. ഹയസ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ 0 ആക്കിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹയസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കണം, ഏതാണ് ഹയസ്റ്റ് വാല്യൂ. ഇവിടെ നമ്മൾ ലോ ആണ്, ഇതിൻ്റെ കേസിൽ ബെസ്റ്റ് ഫിറ്റിൽ നമ്മൾ ലോ വാല്യൂ ആണ് എടുത്തത്, ഇവിടെ നമ്മൾ ഹയസ്റ്റ് വാല്യൂ ആണ് എടുക്കുക. ഓക്കെ, അതുപോലെ ഫ്ലാഗ്, ബ്ലോക്കിൻ്റെ ഫ്ലാഗും ഫയലിൻ്റെ ഫ്ലാഗും ഉണ്ട്. So and the number of blocks NB and the number of files NF, size of the block ഇതാണ് BO5 ലേക്ക് കൊടുക്കാം, സൈസ് ഓഫ് ദ ഫയൽ നമുക്ക് FO5 ലേക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കോമൺ ആണ് എല്ലാത്തിനും. ബ്ലോക്ക്, നമ്പർ ഓഫ് ബ്ലോക്സ്, നമ്പർ ഓഫ് ഫയൽസ്, ബ്ലോക്ക് സൈസും ഫയൽ സൈസും. For I equal to 1, I less than or equal to number of file, J equal to 1, J less than or equal to number of blocks. ഇന്ന് നമ്മൾ നോക്കുന്നത് if ബ്ലോക്കിൻ്റെ ഫ്ലാഗ് നോട്ട് ഈക്വൽ ടു 1 ആണോ നോക്കി. ഓക്കെ, ഇപ്പോൾ 5 ബ്ലോക്ക് ഉണ്ടെങ്കിൽ അവരുടെ ഫസ്റ്റ് ബ്ലോക്ക് നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, കാരണം J ഈക്വൽ ടു 1 ആണ് ഫസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൻ്റെ ഫ്ലാഗ് വാല്യൂ നോട്ട് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ 0 ആണെങ്കിൽ, അതായത് ദാറ്റ് ബ്ലോക്ക് ഇസ് നോട്ട് അലോക്കേറ്റഡ്. ഓക്കെ, ആണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് കണ്ടുപിടിക്കണം, ടെമ്പ് വാല്യൂ കണ്ടുപിടിക്കണം. ടെമ്പ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ബ്ലോക്ക് മൈനസ് ഫയൽ ആയിരിക്കും, ബ്ലോക്ക് ഓഫ് J മൈനസ് ഫയൽ ഓഫ് I. ഓക്കെ, ടെമ്പ് വാല്യൂ നോക്കി, ടെമ്പ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രം നോക്കേണ്ടുള്ളൂ. ആ ഡിഫറൻസ് ബ്ലോക്കിൻ്റെ സൈസ് മൈനസ് ഫയലിൻ്റെ സൈസ്. അപ്പോൾ ബെസ്റ്റ് ഫിറ്റിൻ്റെ കേസിലും വേഴ്സ്റ്റിൻ്റെ കേസിലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്കാൻ ചെയ്യണം. ഒരു പ്രോസസ്സും അതിൻ്റെ കൂടെയുള്ള ബ്ലോക്സ് ഏതൊക്കെയാണോ ആ ബ്ലോക്ക് കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യണം, സ്കാൻ ചെയ്യണം. എന്നാലേ നമുക്ക് ഒരു ലോ പൊസിഷൻ അല്ലെങ്കിൽ
the highest location കിട്ടും. ഓക്കെ, ടെംപ് ഈക്വൽ ടു ബ്ലോക്ക് മൈനസ് ഫയൽ. ടെംപ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ നേരെ ചെയ്തത് എന്താ, നേരത്തെ നമ്മൾ ലോ ഗ്രേറ്റർ ദാൻ ടെംപ് ആണ് നോക്കിയത്. ഇവിടെ ഹയസ്റ്റ് ലെസ് ദാൻ ടെംപ്. ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ് വാല്യൂ. 0 ലെസ് ദാൻ ടെംപ് ഓൾവേസ് ട്രൂ ആണ്. സോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പെർട്ടിക്കുലർ ഫയലിൻ്റെ ഫ്ലാഗ്, എഫ് എന്ന് പറഞ്ഞാൽ ഫയൽ ഫ്ലാഗ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഫയൽ ഐ ഈക്വൽ ടു 1. ഫയൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഐയും ബ്ലോക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ജെ ആണ്. സോ ഫയൽ ഫ്ലാഗ് ഓഫ് ഐ ഈക്വൽ ടു എന്തൊക്കെ സെറ്റ് ചെയ്യുക, ആ ഒരു ബ്ലോക്ക് നമ്പർ സെറ്റ് ചെയ്യാം. ഏത് ബ്ലോക്കിലേക്കാണ് നിങ്ങൾ അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്? ഇപ്പം ജെ ഈക്വൽ ടു 1ന്റെ കേസിലാണ് ഇത് കറക്റ്റ് ആയെങ്കിൽ ജെ 1 ആണ്, ചിലപ്പം ജെ ഈക്വൽ ടു 2ന്റെ കേസിലായിരിക്കും. അപ്പം ആ ഒരു ബ്ലോക്ക് ഏതാണോ, ബ്ലോക്ക് നമ്പർ ഏതാണോ അതാണ് ഫ്ലാഗിലേക്ക് പോകുന്നത്. ഹയസ്റ്റ് ഈക്വൽ ടു എന്താക്കി സെറ്റ് ചെയ്യുക, ടെംപ് ആക്കി സെറ്റ് ചെയ്യുക. നേരത്തെ നിങ്ങൾ ലോ ഈക്വൽ ടു ടെംപ് ആക്കി, അതുപോലെ ഇവിടെ ഹയസ്റ്റ് ഈക്വൽ ടു ടെംപ് ആക്കി സെറ്റ് ചെയ്യും. ഓക്കെ, ഇത് ഒരു പ്രോസസ്സും അതിൻ്റെ സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്ന എത്ര പാർട്ടീഷൻ ഉണ്ടോ അതൊക്കെ സ്കാൻ ചെയ്തിട്ട് ഏറ്റവും വലിയ പാർട്ടീഷൻ ഏതാണോ അതാണ് ഹയസ്റ്റിൽ ഉണ്ടാവുക. സോ ദാറ്റ് വിൽ ബി അലോക്കേറ്റഡ് ടു പ്രോസസ് 1. ഇനി എന്ത് ചെയ്യും, ഫ്രാഗ്മെന്റ് ഓഫ് ഐ ഈക്വൽ ടു ഹയസ്റ്റ്. ഫ്രാഗ്മെന്റ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ബാലൻസ് സ്പേസ് ആണ്. അപ്പോൾ നമുക്ക് ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ ഡിഫറൻസ് ആണ് അല്ലേ, ടെംപിന്റെ ആ ഡിഫറൻസ് ആണ് ഹയസ്റ്റ് പോകുന്നത്. ഇപ്പോൾ 500 ആണ് പ്രോസസ്സിന്റെ സൈസ്, നമുക്ക് കിട്ടിയ ലൊക്കേഷൻ 700 ആണെങ്കിൽ 700 മൈനസ് 500, 200 എന്ന് പറഞ്ഞാണ് ബാക്കിയുള്ള ഫ്രാഗ്മെന്റ് ഓർ ബാക്കിയുള്ള വേക്കൻറ്റ് സ്പേസ്. സോ ദാറ്റ് ഇസ് ഫ്രാഗ്മെന്റ്. ഫ്രാഗ്മെന്റ് ഓഫ് ഐ, ആ ഒരു പ്രോസസ്സിന്റെ ബാക്കിയുള്ള ഫ്രാഗ്മെന്റ് പ്രോസസ്സിനെ കൊടുത്തു, അതിൽ ബാക്കിയുള്ള ഫ്രാഗ്മെന്റ് എത്രയാണ്, ഹയസ്റ്റ് വാല്യൂ ആണ്. ഇനി ബ്ലോക്കിന്റെ ഫ്ലാഗ് എന്താക്കി സെറ്റ് ചെയ്യുക, 1 ആക്കി സെറ്റ് ചെയ്യുക. ബി എഫ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജെ ആണ്. ബി എഫ് ഓഫ് ജെ 1 ആക്കി സെറ്റ് ചെയ്യാം. എഫ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ഫയലിന്റെ ഫ്ലാഗ് ഓക്കെ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പ്രോസസ് ഈക്വൽ ടു ബ്ലോക്ക് നമ്പർ ആക്കി സെറ്റ് ചെയ്യാം. ഇനി ബ്ലോക്കിന്റെ ഫ്ലാഗ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ബ്ലോക്ക്, ഏത് ബ്ലോക്കിന്റെ ആണോ ഫ്ലാഗ് സെറ്റ് ചെയ്യേണ്ടത് അത് 1 ആക്കി സെറ്റ് ചെയ്യുക. ഹയസ്റ്റ് എന്താക്കി സെറ്റ് ചെയ്യുക, 0 ആക്കിയിട്ട് തന്നെ പിന്നെ സെറ്റ് ചെയ്യുക. നേരത്തെ നമ്മൾ ലോവസ്റ്റ് 10,000 ആക്കിയ പോലെ ഇവിടെ ഹയസ്റ്റ് എന്ത് ചെയ്യുക, 0. കാരണം എന്താ, ഇനി പ്രോസസ് 2 ഐ ഈക്വൽ ടു 2ലാണ് ഇനി വർക്ക് ചെയ്യേണ്ടത്. ഐ ഈക്വൽ ടു 1ലാണ് ഇത് കംപ്ലീറ്റ് വരുന്നത്. ഇനി ഐ ഈക്വൽ ടു 2 ചെയ്യുമ്പോൾ ഹയസ്റ്റ് ഒക്കെ പിന്നെയും തിരിച്ചെന്തിലേക്ക് തന്നെ വരണം, 0ലേക്ക് തന്നെ വന്നിട്ട് വേണം അതുപോലെ ഐ ഈക്വൽ ടു 2 ആകുമ്പോൾ ജെ ഈക്വൽ ടു ഐ ഈക്വൽ ടു 2 ആയി. അത് രണ്ടാമത്തെ പ്രോസസ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ജെ ഈക്വൽ ടു 1 മുതൽ തന്നെ പിന്നെയും ചെക്ക് ചെയ്യുക. അതിൽ നമ്മൾ ഏതൊക്കെ ബ്ലോക്കാണ് ബ്ലോക്കിന്റെ ഫ്ലാഗ് 1 ആക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫ്ലാഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല, കാരണം ദാറ്റ് ഇസ് അലോക്കേറ്റഡ്. അപ്പോൾ അൺഅലോക്കേറ്റഡ് ആയിട്ടുള്ളത് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് പോവാം. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഹയസ്റ്റ് ലൊക്കേഷൻ കണ്ടുപിടിക്കുക. ഏറ്റവും വലിയ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഡിഫറൻസ് എടുത്തിട്ട് ആ ഡിഫറൻസ് ഏറ്റവും വലുതായിരിക്കാണോ അതാണ് സെറ്റ് ചെയ്യേണ്ടത്, ഡിസ്പ്ലേ ചെയ്യാം. നമുക്ക് നമ്പർ ഓഫ് ബ്ലോക്സ് 3 ആണ്, നമ്പർ ഓഫ് ഫയൽ 3 ആണ്. ബ്ലോക്കിൻ്റെ സൈസ് 200, 300, 600. ഫയലിൻ്റെ സൈസ് 250, 480. ഇപ്പോൾ ഫയൽ 1, 2, 3 ആണ് നമുക്ക് നമ്പേഴ്സ്. 250, 480 ആണ് സൈസ്. ഇനി 250 എങ്ങനെ കൺവേർട്ട് ചെയ്യും? അപ്പോൾ 250 നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ 200 കമ്പയർ ചെയ്യും. അപ്പോൾ എന്താണ് ടെംപ് കണ്ടുപിടിക്കുന്നത്, 200 മൈനസ് 250 നെഗറ്റീവ് വാല്യൂ ആണ്, അത് നോക്കണ്ട. നെക്സ്റ്റ് 300 മൈനസ് 250 50 ആണ് വാല്യൂ, അതാണ് ഹയസ്റ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത്. ഇനി 600 മൈനസ് 250 എത്രയാണ്, 350. അപ്പോൾ 50 350 അല്ലേ, 2 വാല്യൂ ഉണ്ട്. ഓക്കെ, 50 എന്ന് പറയുന്നത് നേരത്തെ ഹയസ്റ്റ് ആയിരുന്നു, ഇപ്പോൾ 10 350 വലുതാണ്, 350 ആണ്. 350 ആണ് ഹയസ്റ്റ് ആയിട്ട് വരിക. സോ ആ ഒരു ബ്ലോക്ക്, അതായത് ബ്ലോക്ക് നമ്പർ 350 എന്ന് പറയുന്നത് 600 എടുക്കുമ്പോഴല്ലേ. സോ ബ്ലോക്ക് നമ്പർ 3 ആണ് നമ്മൾ കൊടുക്കുന്നത്. ബ്ലോക്ക് സൈസ് 600 ആണ്. ഫ്രാഗ്മെന്റ് എത്രയാണ്, 350. അതായത് ബാക്കിയുള്ള സ്പേസ് 600 മൈനസ് 250 എത്രയാണോ അതാണ് 350, അതാണ് ഫ്രാഗ്മെന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ഇവിടെ ഹയസ്റ്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ കണ്ടുപിടിക്കുന്ന മെത്തേഡ് സെയിം ആണ്, ബ്ലോക്ക് സൈസ് മൈനസ് ഫയൽ. അപ്പോൾ ഈ ഒരു ഫയലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എല്ലാ ബ്ലോക്കും ചെക്ക് ചെയ്യുക, 200 ആയിട്ട് കമ്പയർ ചെയ്യുക. ഓക്കെ, മൈനസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണ്, നോക്കണ്ട. 300 ആയിട്ട് ചെയ്യുമ്പോൾ 50 ആണ് ഫ്രാഗ്മെന്റ് ആയിട്ട് വരുന്നത്, ദാറ്റ് ഇസ് ദ ഹയസ്റ്റ്. ഇനി അടുത്തത് 600 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 350 ആണ് ഹയസ്റ്റ്. സോ 350 ആണ് വലുതായിട്ട് വന്നത്. സോ ആ ഒരു ബ്ലോക്കാണ് കൊടുക്കുക. ഇനി അടുത്തത് അത് കഴിഞ്ഞു, ഹയസ്റ്റ് ഒക്കെ തിരിച്ച് 0 ആക്കി സെറ്റ് ചെയ്യും. കാരണം എന്താ, അടുത്ത പ്രോസസ്സിലേക്ക് നമ്മൾ നോക്കി. 400 എന്ന് പറഞ്ഞ ഫയൽ എടുത്തു. അപ്പോൾ 400 എന്ന് പറഞ്ഞ ഫയൽ 200 ആയിട്ട് കമ്പയർ ചെയ്യും. 200 മൈനസ് 400 മൈനസ് വാല്യൂ ആണ്, നോക്കണ്ട. 300ന്റെ ഫ്ലാഗ് 300 നമ്മൾ ചെക്ക് ചെയ്യും. 300 മൈനസ് 400 അതും നെഗറ്റീവ് ആണ്, അതും പറ്റില്ല. 600 ഓൾറെഡി കൊടുത്തു, അതിൻ്റെ ഫ്ലാഗ് ഓൾറെഡി 1 ആക്കി സെറ്റ് ചെയ്തു. ഈ ഒരു ഫയലിൻ്റെ ഫ്ലാഗും നമ്മൾ 1 ആക്കി സെറ്റ് ചെയ്യും, കാരണം അത് നോക്കണ്ടല്ലോ. അപ്പോൾ 600 പറ്റില്ല. സോ ബ്ലോക്ക് നമ്പർ അലോട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, 80 എന്ന് പറഞ്ഞ സൈസാണ്. അപ്പോൾ ഹയസ്റ്റ് ഒക്കെ തിരിച്ച് 0 ആയി. 80 എന്ന് പറഞ്ഞ സൈസ് വരുമ്പോൾ
200 നോക്കി 200 മൈനസ് 80 എന്ന് പറയുന്നത് 220 ആണ്. 200 മൈനസ് 80 എന്ന് പറയുന്നത് 120 ആണ്. ഓക്കെ, 120 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ 300 മൈനസ് 80 എന്ന് പറയുന്നത് 300 ഓൾറെഡി നമ്മൾ 300 മൈനസ് 80 എന്ന് പറയുന്നത് 220 വരും. ഇവിടെ 120 വന്നു, ഇവിടെ 220 വന്നു. 600 ഓൾറെഡി നമ്മൾ കൊടുത്തതാണ്, സോ അത് നോക്കണ്ട. സോ 120 ഇൻറ്റു 10 ഹയസ്റ്റ് ആയിട്ട് കിടക്കുന്ന 220 ഉണ്ട്. സോ 220 ഈസ് ദ ബിഗ്ഗസ്റ്റ് വാല്യൂ. സോ ബ്ലോക്ക് 300 എന്ന് പറഞ്ഞ ബ്ലോക്ക്, അത് ബ്ലോക്ക് 2 ആണ്, സൈസ് 300 ആണ്. ബാലൻസ് ആയിട്ട് വരുന്ന ഫ്രാഗ്മെന്റ് 220, 300 മൈനസ് 80 220, അതാണ് അലോട്ട് ചെയ്ത് കൊടുക്കുക. സോ ബ്ലോക്ക് ഫയൽ നമ്പർ 1 ഉം 3 ഉം അലോട്ട് ചെയ്തിട്ടുണ്ടാവും. 400 സൈസുള്ള ഫയൽ എന്ത് ചെയ്യുന്നില്ല, അലോക്കേറ്റ് ചെയ്യുന്നില്ല, ബിക്കോസ് ദർ ഇസ് നോ സഫിഷ്യൻറ്റ് മെമ്മറി. സോ ഇതാണ് വേസ്റ്റ് ഫിറ്റിൽ നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും വലിയ സൈസ് ഏതാണോ ആ സൈസാണ് കണ്ടുപിടിക്കുക. വേസ്റ്റിൽ, ബെസ്റ്റിലാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് സൈസ് അതാണ് നോക്കുക. സോ ദീസ് ആർ ദ 3 മെമ്മറി പാർട്ടീഷൻ ഓർ മെമ്മറി അലോക്കേഷൻ മെത്തേഡ്സ്. ഓക്കെ, ഫിക്സഡ് പാർട്ടീഷൻ്റെ കേസിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന 3 മെത്തേഡ്സ് ആണ് ഫസ്റ്റ് ഫിറ്റ്, വേസ്റ്റ് ഫിറ്റ് ആൻഡ് ബെസ്റ്റ് ഫിറ്റ്. Hope you have understood the program logic. Thank you.